Hello everyone, welcome back to my YouTube channel Real Nurse Stories ജീഷ്മ. LBSലോ മറ്റ് അഡ്മിഷൻ പ്രോസസ്സുകളിലോ കുറവ് മാർക്ക് കാരണം BSc നഴ്സിംഗ് സീറ്റ് കിട്ടുമോ എന്ന് ഡൗട്ടുള്ള സ്റ്റുഡൻസിന് ഒരു നല്ല അവസരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ കേരള അഥവാ PNC MAC 2026 BSc നഴ്സിംഗ് അഡ്മിഷൻ ആപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് CBSE ICSE വിദ്യാർത്ഥികൾക്കും കുറച്ച് മാർക്കുകളുള്ള സ്റ്റുഡൻസിനും ഇത് നല്ലൊരു ഓപ്ഷനായിരിക്കും. ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 15 ആണ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് കൂടുതൽ പ്രിഫറൻസ് കിട്ടുന്നതാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇതിൻ്റെ എലിജിബിലിറ്റി ആദ്യം നോക്കാം. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇംഗ്ലീഷ് എന്നീ സബ്ജക്റ്റിന് 50% മാർക്ക് ജനറൽ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിനും റിസർവേഷൻ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഇംഗ്ലീഷിന് 45% മാർക്കാണ് വേണ്ടത്. പിന്നെ ഏജ് ലിമിറ്റ് 17 ഇയേഴ്സ് മിനിമം. 2026 ഡിസംബർ 31 മിനിമം 17 ഇയേഴ്സ് ആയിട്ടുണ്ടാവണം. ഇതിനുള്ള ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് LBSൻ്റെ മാർക്ക് കാൽക്കുലേഷനിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. കേരള സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥികൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓരോന്നും 120 മാർക്ക് വീതവും ഇംഗ്ലീഷിന് 100 മാർക്സും ചേർത്ത് ടോട്ടൽ 460 ഇൻഡെക്സ് മാർക്ക് ബേസിലാണ് റാങ്ക് തയ്യാറാക്കുന്നത്. CBSE ICSE സ്റ്റുഡൻസിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് ഓരോന്നും 100 മാർക്സ് അടിസ്ഥാനത്തിൽ ആകെ 400 മാർക്ക് സ്കെയിലാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം CBSE ICSE വിദ്യാർത്ഥികൾക്ക് 5% വെയിറ്റേജ് കൂടി ലഭിക്കുന്നതാണ്. അതുകൊണ്ട് CBSE ICSE വിദ്യാർത്ഥികൾക്ക് ഇതൊരു നല്ല അഡ്വാൻറ്റേജ് ആയിട്ട് മാറും. ഇനി നമുക്ക് സീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. PNC MACൻ്റെ അണ്ടറിൽ 49 പ്രൈവറ്റ് നഴ്സിംഗ് അതായത് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ് വരുന്നത്. ഏകദേശം 1500ഓളം BSc നഴ്സിംഗ് സീറ്റ്സ് ആണ് ഇതിലൂടെ ലഭിക്കുന്നത്. അതിൽ തന്നെ 35% മാനേജ്മെൻറ്റ് കോട്ട സീറ്റും 15% NRI സീറ്റുമാണുള്ളത്. എന്നാൽ ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ PNC MAC വഴി അഡ്മിഷൻ ലഭിച്ചാൽ ഗ്രാൻസ് അതായത് OEC കാറ്റഗറി, SC/ST കാറ്റഗറിക്കൊക്കെ ഗ്രാൻസ് ലഭിക്കില്ലേ, ആ ബെനിഫിറ്റ്സ് ഒന്നും ലഭിക്കില്ല. പിന്നെ ഫീസ് റിഡക്ഷൻ, ഗവൺമെൻറ് ഫീസ് കൺസെഷനൊന്നും PNC MAC വഴി അഡ്മിഷൻ കിട്ടിയാൽ ലഭിക്കില്ല. പക്ഷേ ഫീസ് സെയിം LBSലൂടെ ജനറൽ കാറ്റഗറിക്കുള്ള സെയിം ഫീസായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക. ട്യൂഷൻ ഫീസ് 80,328 ആണ്. സ്പെഷ്യൽ ഫീസ് 23,980 രൂപ. അത് സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് 21,230 രൂപയായിരിക്കും. കോഷൻ ഡെപ്പോസിറ്റ് നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ 10,000 അടയ്ക്കേണ്ടതാണ്. 4 ഇയർ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് റീഫണ്ട് ചെയ്ത് കിട്ടും. NRI സീറ്റിന് ട്യൂഷൻ ഫീ 1,04,500 രൂപയാണ്. സ്പെഷ്യൽ ഫീ ഫസ്റ്റ് ഇയർ സെയിം തന്നെയാണ് വരുന്നത്. കോഷൻ ഡെപ്പോസിറ്റും സെയിം ആണ് വരുന്നത്. അഡ്മിഷൻ സമയത്ത് തന്നെ നിങ്ങൾ ട്യൂഷൻ ഫീസും സ്പെഷ്യൽ ഫീസും ഒക്കെ അടച്ചിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. ഫസ്റ്റ് ഇയറിലെ ട്യൂഷൻ ഫീയും സ്പെഷ്യൽ ഫീസൊക്കെ നിങ്ങൾ കോഷൻ ഡെപ്പോസിറ്റും ആ സെയിം ടൈം തന്നെ അടയ്ക്കേണ്ടതാണ്. എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. www.pncmac.in എന്ന വെബ്സൈറ്റിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്കൊരു ലോഗിൻ ID മേക്ക് ചെയ്യണം. അതായത് ഒരു IDയും ഇമെയിൽ IDയും പാസ്വേഡും ഉണ്ടാക്കിയിട്ട് ഈ ഒരു സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് അടിച്ചു കൊടുത്തിട്ട് ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോഴും, അതായത് ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ഒക്കെ അടിക്കുമ്പോഴേക്കും നിങ്ങൾ സേവ് ചെയ്യാൻ മറക്കരുത്. സേവ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുക. അങ്ങനെയാണ്. പിന്നെ ആവശ്യമായ ഡോക്യുമെൻറ്റ്സും അതേ സമയം തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോഴും പേഴ്സണൽ ഇൻഫർമേഷൻസൊക്കെ കറക്റ്റ് കൊടുക്കുമ്പോഴും നിങ്ങൾ ആ ഒരു ഫോം ഫില്ല് ചെയ്യുമ്പോഴൊക്കെ കറക്റ്റ് ഡീറ്റെയിൽസ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്യാൻസലായി പോകാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ ആവശ്യമായ ഡീറ്റെയിൽസ് ഒക്കെ എൻട്രി ചെയ്തതിന് ശേഷം 1200 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾ പേ ചെയ്യേണ്ടത്. അത് എല്ലാ കാറ്റഗറി, റിസർവേഷൻ കാറ്റഗറിക്കൊന്നും റിഡക്ഷനൊന്നുമില്ല. എല്ലാ കാറ്റഗറീസിനും 1200 രൂപ അപ്ലിക്കേഷൻ ഫീസ് പേ ചെയ്യേണ്ടതാണ്. പിന്നെ ഇവിടെ ഒരു പ്രധാന കാര്യം, അപ്ലിക്കേഷൻ ആദ്യം കൊടുക്കുന്നവർക്ക് പ്രയോറിറ്റി കിട്ടും എന്ന് ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ പ്രിഫറൻസ് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ, അതായത് ഒരേ മാർക്കുള്ള സ്റ്റുഡൻസ്, ഇപ്പോൾ 2 പേർക്കും ഒരേ മാർക്കുള്ള, കുറേ പേർക്ക് ഒരേ മാർക്കുള്ള കുട്ടികളാണെങ്കിൽ അതിൽ ആദ്യം അപ്ലൈ ചെയ്തവർക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റി ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്ലൈ ചെയ്യുന്ന സെയിം ടൈം തന്നെ നിങ്ങൾക്ക് കോളേജ് ഓപ്ഷൻ വെക്കാവുന്നതാണ്. ഓരോ കുട്ടികൾക്കും 10 കോളേജസ് ഓപ്ഷൻ വെക്കാവുന്നതാണ്. മാക്സിമം 10 കോളേജസ് പ്രയോറിറ്റൈസ് ചെയ്ത് നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാവുന്നതാണ്. അപ്പം കോളേജസ് പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മാർക്കുമായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കാൻ ചാൻസ് ഉള്ളത് നല്ല കോളേജസ് നോക്കി പ്രയോറിറ്റൈസ് ചെയ്യുക. അതിനുശേഷം അവർ ട്രയൽ അലോട്ട്മെൻറ്റ് നടത്തും. ട്രയൽ അലോട്ട്മെൻറ്റ് വന്നാൽ നിങ്ങളുടെ കോളേജസ് ഓപ്ഷൻ വീണ്ടും നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാനും പ്രയോറിറ്റി മാറ്റാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കും. ഓൾറെഡി കൊടുത്ത ഇതിൽ നിന്ന് നമുക്ക് പ്രയോറിറ്റി റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. കോളേജ് ഓപ്ഷൻ വെച്ചതിൽ അപ്പോൾ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക്, റാങ്ക് സാധ്യത എന്നിവയൊക്കെ കണക്കിലെടുത്ത് നിങ്ങൾക്ക് കോളേജസൊക്കെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്ലിക്കേഷൻ പ്രോസസ്സ് അവസാനിച്ച ശേഷം PNC MAC ആദ്യം ഒരു പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതിനുശേഷം ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരും. പിന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് അവർ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് തുടങ്ങി ഇങ്ങനെ ഘട്ടങ്ങളായിട്ട് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഇടും. അപ്പോൾ ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചാൽ 10,000 റുപ്പീസ് ടോക്കൺ ഫീസ് അടച്ചിട്ട് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യേണ്ടതാണ്. കൺഫേം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സീറ്റ് നഷ്ടപ്പെടും. ഓരോ അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിലും നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് പ്രയോറിറ്റി റീഅറേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ലഭിക്കും. അലോട്ട്മെൻറ്റൊക്കെ ലഭിച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് ഡയറക്റ്റ് കോളേജിൽ ചെന്നിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതാണ്. ലാസ്റ്റ് ഇയർ 8 ഘട്ടങ്ങളിലായിട്ടാണ് അലോട്ട്മെൻറ്റ് നടന്നത്. പിന്നെ സ്പോട്ട് അലോട്ട്മെൻ്റ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇയർ 360, അതായത് 460 മാർക്സിൽ, ഇൻഡെക്സ് മാർക്കിൽ 360 മാർക്കോളം കിട്ടിയ സ്റ്റുഡൻസിന് ലാസ്റ്റ് സീറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അറൗണ്ട് 360 മാർക്ക് കിട്ടിയ കുട്ടിക്ക് ലാസ്റ്റ് ഇയർ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ LBS അഡ്മിഷനിൽ സീറ്റ് ലഭിക്കുമോ എന്ന ആശങ്കയുള്ള വിദ്യാർത്ഥികൾക്കും, പിന്നെ ഈ പ്രാവശ്യം ഓൾറെഡി CBSE ഒക്കെ നല്ല ടഫായിരുന്നു. CBSE ICSE വിദ്യാർത്ഥികൾക്കൊക്കെ കുറച്ച് മാർക്കുള്ള കുട്ടികൾക്കും PNC MAC ഒരു നല്ല ആൾട്ടർനേറ്റീവ് അഡ്മിഷൻ പാത്വേ ആണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനലിൽ ഇനിയും കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.